അപ്പോൾ തക്കാളിക്ക് നമ്മൾ ജൈവവളം കൊടുത്താൽ മാത്രം പോരാട്ടോ, അതിൽ ചെറിയൊരു കെയറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് കത്രിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ തക്കാളിയിലുണ്ടല്ലോ, തക്കാളിയെ കുറച്ചും കൂടി കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പൂവൊക്കെ ഇടാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് എന്ത് വേണം, തക്കാളീൻ്റെ ഈ ഏറ്റവും താഴെ കണ്ടോ, ഇത് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കളയണം കേട്ടോ. രണ്ടതിൽ ചെറുതായിട്ട് ഇങ്ങനെ അവയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം അതിൽ ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഈ ചെടിയിലേക്ക് മേലേക്ക് അത് കായ്ക്ക് കിട്ടേണ്ട ആ ഒരു ഗുണം കൂടി ഇത് വലിച്ചെടുക്കുന്നല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും കിട്ടില്ല. അപ്പം നമുക്കത് കുറച്ച് കട്ട് ചെയ്ത് കളയണം. പിന്നെ അത് മാത്രമല്ല, 2 ദിവസം മുന്നാണ് കേട്ടോ നമ്മുടെ പയർ പൊട്ടിച്ചത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഇങ്ങനെ ചെറിയ ഇതൊക്കെ ചെയ്യേണ്ട സമയത്ത് 2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും ഒരേ പിടി ഇങ്ങനെ പൊട്ടിക്കാൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ വീണ്ടും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ കുറ്റിപ്പയർ നമുക്ക് ഇതേപോലെ ഒരേ പിടി കറക്റ്റായിട്ട് ഇങ്ങനെ മൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വള്ളിപ്പയർ കണ്ടോ വള്ളിപ്പയർ. അപ്പോൾ വള്ളിപ്പയറും ഇതും തരക്കേടില്ലാതെ തോന്നുന്നു പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാം. ഇത് പിന്നെ ആയിട്ടില്ല. താഴെ 2 ഉണ്ട്. അങ്ങനെ ഒരു 2, 4, 6, 8 അങ്ങനെയൊക്കെ പറയണ ഒരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കണം. പിന്നെ അതുകൂടാതെ നമ്മുടെ വെണ്ടയ്ക്ക ഇത് കണ്ടോ, ഇതും പറഞ്ഞ പോലെ 2 ദിവസമായിട്ടുള്ളൂ നമ്മൾ പൊട്ടിച്ചിട്ട്. അന്ന് നമുക്ക് 4, 5 എണ്ണോ കണ്ടോ കിട്ടിയേക്കണം കേട്ടോ. ഇന്ന് കുറച്ചും കൂടി കൂടുതൽ കിട്ടാനുണ്ട്, കുറച്ച് കൂടുതൽ കറക്റ്റായിട്ട് പൊട്ടിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ പറയുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം. പിന്നീട് നമുക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഇതുപോലെ ഇങ്ങനെ ഒന്നരാടം ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വിളവെടുത്താലോ. അപ്പം ആദ്യം നമ്മുടെ തക്കാളീനെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. നോക്കിയേ, നമ്മുടെ ഈ ഒരു ഇലയുണ്ടല്ലോ, ഈ താഴെയുള്ള ഈ ഇല, പിന്നെ ഇത് ഇവിടെ ഉണ്ടായിരിക്കണം ഈ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇതിലൊന്നും നമുക്ക് പൂവും കായൊന്നും വരില്ല. അപ്പോൾ നമുക്കത് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ട് കൊടുക്കുക. മറ്റേ വഴുതിനിങ്ങ അങ്ങനെയുള്ളതിലൊക്കെ ഇതേപോലെ വരികയാണെങ്കിൽ ഉണ്ടാവും കേട്ടോ, പൂവും കായൊക്കെ ഉണ്ടാവും. ഇതിലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈ തെയ്യുണ്ടല്ലോ, തെയ്യായിട്ടല്ല നമ്മൾ മേടിച്ചത്, ഇത് വിത്താ മേടിച്ചത് കേട്ടോ. നമ്മുടെ മണ്ണൂത്തി കൃഷിഭവനിൽ നിന്ന് മേടിച്ച വിത്താണ് കേട്ടോ. ഇത് ഞാൻ പാകിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആരോഗ്യത്തോടെ വളരണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇതൊന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ലതാണല്ലോ. എല്ലാത്തിലും സൈഡിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഏറ്റവും മേലേക്ക് വരണമെങ്കിൽ അന്നേരം മാത്രമാണ് നമുക്കതിൽ കൂടുതൽ പൂങ്കായി ഉണ്ടാവുള്ളൂ. ഈ താഴത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വീണ്ടും നമുക്ക് നമ്മുടെ കുറ്റിപ്പയർ വിളവെടുപ്പാണ് കേട്ടോ. അയ്യോ, അതിൻ്റെ ഇവിടെ ആയിരുന്നില്ല, ഞാനതിൻ്റെ കടകൊട്ട കുറിച്ചത്. അപ്പോൾ ഇതിൽ നമ്മുടെ കറുത്തുറുമ്പില്ലേ, അത് കുറേ ഉണ്ടായിരുന്നു. അത് ഒന്നരാടെ അങ്ങനെ ചെയ്യണതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നല്ല ഇടയിലുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ പറയുന്നത് കേട്ടോ, കറുത്തുറുമ്പ് അതിൽ നിന്നോട്ടെ, അതിനെന്താ കുഴപ്പം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറുത്തുറുമ്പ് നിൽക്കണോണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പൂവ് മൊത്തം ഇങ്ങനെ കുഴിച്ച് കളയുക. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പൂ പിടിച്ചാലല്ലേ കായ പിടിക്കൂ എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പണ്ടൊക്കെ അമ്മ അങ്ങനെ ചാര ഇടണത് കണ്ടിട്ടുമുണ്ട്. അപ്പം നമ്മുടെ അറിവ് അത്രയൊക്കെയാണ്. അപ്പം അങ്ങനെ അവരൊക്കെ ചെയ്യണത് അങ്ങനെ കണ്ടത് കൊണ്ടാണ് നമ്മളും ആ ഒരു രീതി അങ്ങ് ഫോളോ ചെയ്ത് പോണത് കേട്ടോ. അപ്പോൾ പൂവും കായൊന്നും കൊഴിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അതങ്ങനെ നിന്നോട്ടെ, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പിടി കിട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇന്ന് രാവിലെ നനച്ച് വന്നപ്പോൾ എന്തോ കണ്ട് ഒടിച്ചിട്ടേക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കുത്തി കൊടുത്തതേ ഉള്ളൂ. ഇതിൽ 2-3 കായ ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തേക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒടിച്ചെടുത്തേക്കും, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചുവപ്പ് കുറ്റിപ്പയറുണ്ടല്ലോ, എനിക്ക് തോന്നണു ഈ പച്ചേനേക്കാളും കൂടുതൽ വിളവ് കിട്ടുന്നത് ചുവപ്പിനാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കാരണം അത് ഒറ്റ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു 1-1.5 നമ്മൾ പറിക്കുമല്ലോ, അന്നേരം തന്നെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ചുവപ്പിനാണ് കൂടുതൽ ഉണ്ടാവണതെന്ന്. പക്ഷെ ടേസ്റ്റ് എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം. പച്ചയാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്.
ഇന്നലെ 2 ദിവസം മുന്നേ നമ്മൾ പൊട്ടിച്ചത് കുറച്ചായിരുന്നു. ഇന്ന് നമുക്കിത് കറക്റ്റായിട്ട് ഒരു പിടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലുണ്ട്, കാണാതിരിക്കണ്ടല്ലോ ഓരോന്ന്. ഇവിടെയുണ്ട്, ഇതായിട്ടുണ്ട് കേട്ടോ. ഇത് പൊട്ടിക്കാൻ നല്ല സുഖം. ഇപ്പം ഏത് പയറാണെങ്കിലും ഉണ്ടല്ലോ, ആ പൊട്ടിക്കുന്ന ആ ഒരു ഇതിൽ വേണം പൊട്ടിക്കാൻ. അതിൻ്റെ ഉള്ളിൽ പയറായി കഴിഞ്ഞാൽ മണിയാവുമ്പല്ലേ, അന്നേരം പൊട്ടിക്കാൻ നിന്നല്ല കേട്ടോ. ആകെ ഇച്ചിരി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒടിച്ച് പൊട്ടിക്കാനാണെങ്കിൽ ഇച്ചിരി. അത് പൊട്ടിക്കില്ല, അത് മൂത്തിട്ടില്ല, അതായിട്ടില്ല, ആകെ ഇത്രയായിട്ടുള്ളൂ. ഇത് അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ കുറച്ചും കൂടി ഗ്രോ ബാഗും കൂടി ആ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും കൂടി ഒരു 10, 15, 20 ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പരന്ന് നല്ല സൂപ്പറായിട്ട് കിട്ടിയില്ലേ. അപ്പം ഇത് നമുക്ക് ഇത്ര കിട്ടി. ഇനി നമ്മുടെ വെണ്ടയ്ക്കയാണ് കേട്ടോ. ഇത് അടുത്തത് നമ്മുടെ വെണ്ടയ്ക്ക. ചില വെണ്ടയ്ക്ക പൊട്ടിക്കാൻ തന്നെ പേടിയായിരുന്നു. കാരണം ഇത് ചെറുതായതുകൊണ്ടേ അങ്ങനെ കടയിലെങ്ങാനും കൊള്ളുമോ എന്നുള്ളൊരു പേടി. പൊതുവെ പറയുന്നൊരു കാര്യമാണ് കേട്ടോ. പൊതുവെ ഈ കുറ്റികളുണ്ടല്ലോ, അതായത് കുറ്റിപ്പയർ, കുറ്റി ബീൻസ്, കുറ്റിയമര, അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഏത് വിളവാണെങ്കിലും നല്ലോണം കിട്ടണത് ഇതുപോലെ പന്തലിൽ പടർത്താൻ പറ്റുന്ന എല്ലാ ഐറ്റംസും അതിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. കുറ്റിയിലൊക്കെ വളരെ കുറവായിരിക്കുന്നത്, അതിനേക്കാളും കൂടുതൽ പന്തലിൻ്റെ ഉള്ളതിലാണ് കിട്ടുക എന്നാണ് പൊതുവെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിളവ് കേട്ടോ. ഇച്ചിരി കുറ്റിപ്പയറുണ്ട്, നീളം പയറുണ്ട്, വെണ്ടയ്ക്കയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ചെറിയൊരു നാണയം കൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അവിടെയൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം. അതൊക്കെ ഇങ്ങനെ വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. മഞ്ഞളിട്ട് പുഴക്കാനുണ്ട്, അതാണെങ്കിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൂടി പുഴക്കിയെടുക്കണം. അങ്ങനെ പണികളിങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.